വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. കസ്തൂരി രംഗൻ സമിതി റിപ്പോർട്ടിന്മേലുള്ള കേന്ദ്ര സർക്കാരിന്റെ തുടർ നടപടികൾ കേരളത്തിന് വലിയ തിരിച്ചടിയാകും. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളം ആവശ്യപ്പെട്ട ഇളവുകൾ പൂർണ്ണമായി അംഗീകരിക്കാനാകില്ല എന്നതാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കേരളത്തെ ഒഴിവാക്കി 3 സംസ്ഥാനങ്ങൾക്കായി അന്തിമ വിജ്ഞാപനം ഇറക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ശ്യാം ദേവരാജ് ചേരുന്ന വിശദാംശങ്ങളുമായി. ശ്യാം, കേരളത്തിന്റെ ആവശ്യം അതിലേതൊക്കെ കാര്യങ്ങളാണ് തള്ളിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കേരളത്തെ ഒഴിവാക്കിക്കൊണ്ട് ആദ്യ പട്ടിക ഇറക്കുമ്പോൾ ഇളവുകൾ ലഭിക്കില്ല എന്ന് വേണ്ടേ വിലയിരുത്താൻ? എങ്ങനെയായിരിക്കും ഇത് മലയോരത്തെ ജനതയെ തിരിച്ചടിയാവുക? കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്മേലുള്ള കേന്ദ്ര സർക്കാരിന്റെ തുടർ നടപടികൾ കേരളത്തെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാവുകയാണ്. ഇത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ നേരത്തെ കേരളം ഇളവ് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഇളവ് അംഗീകരിക്കാനാവില്ല എന്നാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട്. മറ്റു ചില സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ എടുക്കുകയും ചെയ്തു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളം ആവശ്യപ്പെട്ട ഇളവുകൾ പൂർണ്ണമായും അംഗീകരിക്കാനാകില്ല എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. ഇതാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിന് തിരിച്ചടിയാകുന്നത്. കേരളത്തെ ഒഴിവാക്കിയാണ് 3 സംസ്ഥാനങ്ങൾക്കായി അന്തിമ വിജ്ഞാപനം ഇറക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടി ചേരുകയാണ് സുനിൽ. കേരളത്തെ ഒഴിവാക്കി ആദ്യ പട്ടിക ഇറക്കുമ്പോൾ കേരളം ഉയർത്തിയ പല ഇളവുകളുണ്ട്, പല ആശങ്കകളുണ്ട്. അതിനൊന്നും ഉടൻ ഒരു പരിഹാരമാകില്ല. കേന്ദ്ര നടപടി വലിയ തിരിച്ചടിയാകും എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? വിനീത, തീർച്ചയായും കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. കഴിഞ്ഞ എത്രയോ കാലമായി കേരളം ഈ കസ്തൂരി രംഗൻ ശുപാർശകളിന്മേൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തെ സമീപിക്കുന്നതാണ്. നമുക്കറിയാം, നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതിനായി ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ഉമ്മൻ സമിതിയാണ് നിയോഗിച്ചത്. അന്ന് ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധി 9997 ചതുരശ്ര കിലോമീറ്ററായി കുറയ്ക്കണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. അന്ന് തന്നെ ഇക്കാര്യത്തിൽ വലിയ എതിർപ്പാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രകടിപ്പിച്ചത്. പിന്നീട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ആ പരിധി വീണ്ടും കുറയ്ക്കണം എന്നാവശ്യപ്പെട്ട് വില്ലേജുകളുടെ എണ്ണം 98 കുറയ്ക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിലും കേന്ദ്രത്തിന് വലിയ അതൃപ്തിയുണ്ടായിരുന്നു. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും കേന്ദ്രവും കേരളവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത തുടരുകയാണ്. ഏതായാലും കേരളത്തിലെ 123 വില്ലേജുകളെയാണ് കസ്തൂരി രംഗൻ സമിതി പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. നമുക്കറിയാം, ആദ്യം മാധവ് ഗാഡ്ഗിൽ സമിതിയാണ് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനായി ഒരു വിശാലമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. അത് പിന്നീട് വലിയ വിവാദമായി. അതിനെതിരെ എല്ലാ സംസ്ഥാനങ്ങളും, ഈ പശ്ചിമഘട്ടം നിലനിൽക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും പ്രതിഷേധവുമായി വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അന്നത്തെ UPA സർക്കാർ കസ്തൂരി രംഗൻ സമിതിയെ നിയോഗിച്ചത്. കസ്തൂരി രംഗൻ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ ഒരു കരട് വിജ്ഞാപനം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം 2013 നവംബർ 13 പുറത്തിറക്കിയത്. ഏതായാലും ആ കരട് വിജ്ഞാപനം ഇതുവരെയും അന്തിമ വിജ്ഞാപനം ഇറക്കാൻ കഴിയാത്ത സാഹചര്യം എല്ലാ സംസ്ഥാനങ്ങളും, അതായത് പശ്ചിമഘട്ടം നിലനിൽക്കുന്ന 6 സംസ്ഥാനങ്ങളും ഈ കരട് വിജ്ഞാപനത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതായിരുന്നു. ഏതായാലും ഇപ്പോൾ 3 സംസ്ഥാനങ്ങളിലെ മാത്രം അന്തിമ വിജ്ഞാപനം ഇറക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒന്ന് ഗുജറാത്താണ്, രണ്ടാമത്തേത് മഹാരാഷ്ട്രയാണ്, മൂന്നാമത്തെ സംസ്ഥാനം ഗോവയാണ്. കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും കർണാടകത്തിന്റെയും കാര്യത്തിൽ പിന്നീട് തീരുമാനം എന്ന് വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പലവട്ടം ചർച്ചകൾ നടന്നതാണ്. ആ ചർച്ചകളിലൊന്നും തന്നെ കേരളം ആവശ്യപ്പെടുന്ന തരത്തിൽ ഇളവുകൾ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം അത് പൂർണ്ണമായി അംഗീകരിക്കാതെ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ എടുക്കുകയാണ്. ഇനി കേരളത്തിന് വലിയ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മേൽ ഈ വിഷയത്തിൽ ചെലുത്തേണ്ടി വരും. കാരണം നമ്മുടെ വനാതിർത്തികളിലൊക്കെ തന്നെ വലിയ ആശങ്കയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. നമ്മൾ കണ്ടതാണ്, വലിയ പ്രതിഷേധങ്ങൾ മലയോര മേഖലയിൽ ഉയർന്നു കണ്ടതാണ്. ഇപ്പോഴും മനുഷ്യ വന്യജീവി സംഘർഷം എന്നത് കേരളത്തിന് ഇപ്പോൾ തീരാ തലവേദന തന്നെയാണ്. സർക്കാരുകൾ മാറുമ്പോൾ പോലും അതിന് ഒരു കുറവുമില്ല. എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതിൽ പോലും കേന്ദ്രത്തിന്റെ നിലപാടുകൾ, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിയന്ത്രണങ്ങൾ, കേന്ദ്ര നയങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്കാണ് പലപ്പോഴും മന്ത്രിമാരെയൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഈ ഇളവുകൾ അംഗീകരിക്കാനാകില്ല എന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവെക്കുന്നത് കൂടിയായിരിക്കുമല്ലേ?
വിനീത, തീർച്ചയായും ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച സാഹചര്യമൊക്കെ തന്നെ നമുക്കറിയാം. നോക്കൂ, ഈ കസ്തൂരി രംഗൻ ശുപാർശകൾ അനുസരിച്ച് ഇനിയിപ്പോൾ കേരളത്തിന്റെ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കാത്തൊരു സാഹചര്യമുണ്ടായാൽ, അതായത് 123 വില്ലേജുകളെയാണ് നിലവിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് 98 കുറയ്ക്കണം എന്നതാണ് കേരളം ഏറ്റവും ഒടുവിൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്നത്. ഏതാണ്ട് 8500ഓളം ചതുരശ്ര കിലോമീറ്ററായി കുറയ്ക്കണം. അതായത് 13,000-ലധികം ചതുരശ്ര കിലോമീറ്റർ പരിധിയാണ് കസ്തൂരിരംഗൻ സമിതി കേരളത്തിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 123 വില്ലേജുകൾ. അപ്പോൾ ആ വില്ലേജുകളുടെ എണ്ണം 98 കുറയ്ക്കുക. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധി എന്ന് പറയുന്നത് 8500 ചതുരശ്ര കിലോമീറ്ററായി കുറയ്ക്കുക എന്നതാണ് കേരളത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണമായി കേന്ദ്ര സർക്കാർ അംഗീകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചെറിയ നിർമ്മാണങ്ങൾക്ക് പോലും നിരോധനമുണ്ടാകുന്ന സാഹചര്യം. അപ്പോൾ ഇതൊക്കെ തന്നെ ജനങ്ങളുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യം തന്നെയാണ്. അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ഏതാണ്ട് ഒട്ടുമിക്ക ജില്ലകളിലും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ഒരുപക്ഷെ ഇടുക്കിയിലാകാം, വയനാട്ടിലാകാം, അതുപോലെ കണ്ണൂർ ജില്ലയിലാകാം. അങ്ങനെ കേരളത്തിന്റെ പല മേഖലകളിലൊക്കെ തന്നെ വനാതിർത്തികളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെയൊക്കെ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്ന രീതിയിലായിരുന്നു മാധവ് ഗാഡ്ഗിൽ സമിതിയും പിന്നീട് വന്ന കസ്തൂരിരംഗൻ സമിതിയും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിരുന്നത്. ഏതായാലും അതിന് ഇളവ് തേടിയാണ് കേരളം കഴിഞ്ഞ 10-12 വർഷമായി കേന്ദ്രത്തെ സമീപിക്കുന്നത്. അതിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് അംഗീകാരം കിട്ടാത്തൊരു സാഹചര്യം തന്നെയാണ്. ഏതായാലും ഈ ഒരു കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാത്തൊരു സ്ഥിതി വരുന്നത് തീർച്ചയായും ഈ മേഖലകളിലൊക്കെ തന്നെ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെ കാര്യമായി ബാധിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിലൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടേണ്ടതാണ്. നേരത്തെയൊക്കെ തന്നെ നിയമ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയതാണ്. അന്നൊക്കെ തന്നെ കേരളത്തിന് വേണ്ടി മാത്രം ഒരു അന്തിമ വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് കേരളത്തിലെ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കണം. കാരണം കേരളത്തിൽ പ്രത്യേകമായൊരു സാഹചര്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജനസാന്ദ്രത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനായി കേരളത്തിന് മാത്രമായി ഒരു അന്തിമ വിജ്ഞാപനം ഇറക്കണമെന്നാവശ്യപ്പെട്ട് കേരളം ദേശീയ ഗ്രീൻ ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. കേന്ദ്ര തീരുമാനം കേരളത്തെ ഒഴിവാക്കി 3 സംസ്ഥാനങ്ങൾക്കായി അന്തിമ വിജ്ഞാപനം ഇറക്കുന്നതിന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളം ആവശ്യപ്പെട്ട ഇളവുകളില്ല. കേരളത്തിന് അത് വലിയ തിരിച്ചടിയാവുകയാണ്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിലെ ഇളവുകൾ പൂർണ്ണമായി അംഗീകരിക്കാനാകില്ല എന്ന് കേന്ദ്രം നിലപാട് വ്യക്തമാക്കുമ്പോൾ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നോക്കൂ.